ഹായ് ഡിയേഴ്സ്, ഞാനിവിടെ മഞ്ചേരിയിലെ ചെരണി പാർക്കിൽ ഒരു ജിമ്മ് ചെയ്യാൻ വന്നതാണ്. ഇവിടെ ജിം എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല, പക്ഷേ എൻ്റെ പോക്കറ്റിലൊരു ജിമ്മുണ്ട്. ഞാൻ കാണിച്ചു തരാം ഏതാണ് ജിമ്മ് എന്നൊക്കെ. എൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ജിം എടുക്കാൻ പോവുകയാണ്. റെഡി, 1 2 3. ഇതാണ് ജിം. ഓക്കെ, റെസിസ്റ്റൻറ്റ് ബാൻഡ് എന്ന് പറയും. ഏതായാലും പാർക്കിൽ വന്നല്ലേ, വെറും കൈ കൊണ്ട് വരാൻ പാടില്ലല്ലോ. ഞാൻ മറ്റൊരു റെസിസ്റ്റൻറ്റ് ട്യൂബോടും കയ്യിലെടുത്തിട്ടുണ്ട്, അതിൻ്റെ ബാഗിലുണ്ടത്. തുറന്ന് കാണിച്ചു തരാം. ഇതാണ് റെസിസ്റ്റൻറ്റ് ട്യൂബ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കറിയാം, ജിമ്മിലൊക്കെ പോകാൻ മടിയുള്ള ആൾക്കാർക്ക് ഈറ്റാലൊരു സാധനം കയ്യിൽ വെച്ചാൽ മതി. എൻ്റെ ബാഗിൽ എപ്പോഴും ഇതുണ്ടാവും. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ടൂറ് പോകുമ്പോഴൊക്കെ ഇത് കയ്യിൽ വെക്കും. ചിലപ്പം വലിയ ബാഗ് ഉണ്ടെങ്കിൽ ഇതുകൂടിയും കയ്യിൽ വെക്കും. ആർക്കും വാങ്ങാം. ഇത് ഞാൻ ഡെക്കാത്തലോണെന്നാണ് വാങ്ങിയത്. ഇത് കുറച്ച് വിലയുള്ള റീബോക്കിൻ്റെ ആണ്. എത്ര വില കൊടുത്തൊന്നും വാങ്ങണ്ട. ഡെക്കാത്തലോണിൽ പോയാൽ വളരെ ചെറിയ വിലക്ക് ഇത് കിട്ടും എന്നുള്ളതാണ്. ഇതിന് 700 രൂപ കൊടുത്താൽ ഈ സാധനം കിട്ടും. ഇതുകൊണ്ട് നമുക്ക് നമ്മളൊരു ജിമ്മ് ചെയ്യുന്ന ഇതെല്ലാ എക്സസൈസും ഇതുകൊണ്ട് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. എന്താണ് ഈ റെസിസ്റ്റൻറ്റ് ട്യൂബ്? ഇതിൻ്റെ ഉള്ളിൽ ഇതിനിവിടെ ക്ലോത്ത് ഉണ്ട്. സാധാരണ ചിലതിനൊന്നും ക്ലോത്ത് ഉണ്ടാവില്ല. ഇത് റബ്ബർ ട്യൂബാണ്. ഈ റബ്ബർ ട്യൂബ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പം ഇതിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് എന്താക്കാൻ പറ്റും? നമ്മുടെ ശരീരത്തിന് ഒരു വെയിറ്റ് ലിഫ്റ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് ഓരോ ഇതിനും ഓരോ ഇതുണ്ട്. ഇത് കണ്ടത് 5 കിലോൻ്റെ ആണത്. 5 കിലോ എന്നല്ല, 5 ഇതിൻ്റെ നമ്പർ. ഇത് അപ്പോൾ ഇത്ര റെസിസ്റ്റൻസ് ഉണ്ടാക്കുക. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ റെസിസ്റ്റൻസിൻ്റെ കിട്ടും, വലുതും. അതിൻ്റെ ഓരോ ഇൻറ്റൻസിക്ക് അനുസരിച്ച് അതൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു വെയിറ്റ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ഉണ്ടാക്കുമെങ്കിലും നമുക്ക് കുറച്ചുകൂടി സേഫറാണെന്നുള്ളത്. ഇത് മുൻകാലത്ത് ഏറ്റവും കൂടുതൽ ഫിസിയോതെറാപ്പിസ്റ്റുകളാണ് ഇത് ഉപയോഗിച്ച് വന്നത്. പിന്നെയാണിത് നമ്മുടെ മറ്റ് വർക്കൗട്ടുകളിലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പല രീതിയിലുള്ള എക്സസൈസുകളും ഉണ്ടാകും. ഒക്കെ പുള്ള് ചെയ്യുന്ന ഇത് അങ്ങനത്തെ പലതും ഇതുകൊണ്ട് കിട്ടും എന്നുള്ളതാണ്. റെസിസ്റ്റൻറ്റ് ട്യൂബാണെങ്കിൽ ഇത് റെസിസ്റ്റൻറ്റ് ബാൻഡ് കേട്ടോ. ഇതിനൊരു പ്രത്യേക തരം ബാൻഡാണ് ഇത്. ഞാനിത് ഇവിടെ കുറേ ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. ഇതിങ്ങനെ റെസിസ്റ്റൻറ്റ് ബാൻഡ് വെറും ഇങ്ങനെ ആയിട്ടുള്ളതുണ്ട്, അതൊക്കെ വാങ്ങാൻ കിട്ടും. അതിന് കുറച്ചുകൂടി ഇത് പലതരത്തിലുള്ള റെസിസ്റ്റൻറ്റ് ട്യൂബ്, റെസിസ്റ്റൻറ്റ് ബാൻഡും ഉണ്ട്. ഒന്ന് തെറാപ്യൂട്ടിക്കൽ. ഇപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുമ്പോൾ ഒരു സ്ട്രോക്കൊക്കെ ഉണ്ടായ പേഷ്യൻസിനൊക്കെ അതിൽ നിന്ന് മറികടക്കാൻ വേണ്ടി, അതിൽ നിന്ന് റീഹാബിലിറ്റ് ചെയ്ത് പുനർജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് കുറച്ച് റെസിസ്റ്റൻസൊക്കെ കുറഞ്ഞ ബാൻഡുകളും ട്യൂബുകളും ഉപയോഗിക്കുന്നതാണ് അതുപോലുള്ള ബാൻഡുകൾ. പിന്നെ നമ്മൾ വർക്കൗട്ടിന് ശേഷം ഉപയോഗിക്കുന്ന ഒരു തരം ബാൻഡാണ് മിനി ലൂപ്പ് ബാൻഡ് എന്നാണ്. അത് നമ്മളെ ഗ്ലൂട്ടിയൽ മസിലിലേക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബാൻഡുകളാണ്. ഓക്കെ, അത് മിനി ലൂപ്പാണ്. വല്ലാണ്ട് ഇത് തരാത്തൊരു ചെറിയ സിമ്പിളായിട്ടുള്ളൊരു സംഭവം നൽകുന്ന കാര്യമാണ്. ബാൻഡുകൾ തെറാപ്പിക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് അതിനെ തെറാപ്പി ബാൻഡ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ബാൻഡ് എന്ന് പറഞ്ഞത് ട്യൂബ് ബാൻഡാണ്. ട്യൂബ് ബാൻഡ് ഇത് നമുക്ക് ഡംബിൾസിനെയും നമ്മൾ വില പിടിച്ച ഒരുപാട് എക്യുപ്മെൻറ്റ്സൊക്കെ റീപ്ലേസ് ചെയ്യാൻ നമ്മൾ വീട്ടിൽ നിന്ന് ഹോം വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ എവിടെ പോകുമ്പോൾ നമുക്കിത് കൈ പിടിച്ച് കൊണ്ടുപോകാനും പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ അടുത്ത ദിവസം ഒരു KSRTCയിൽ ടൂർ പോകുന്നുണ്ട്. അന്ന് ഏതാണ്ട് ഇത് കൈ പിടിച്ച് പോകണം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. എൻ്റെ ബാഗിൽ ഇത് വെക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒക്കെ. അപ്പോൾ നമുക്ക് എക്സസൈസ് എവിടെ പോയി ചെയ്യാനും എവിടെ നിന്നും ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യും. പിന്നെ വളരെ തിക്കായിട്ടുള്ള ബാൻഡ്സ് ഉണ്ട്. അത് അത്ലറ്റിക്സ്, സ്പ്രിൻറ്റിങ്ങിന്, ഓട്ടക്കാർ ഇവരൊക്കെ ഉപയോഗിക്കാൻ വേണ്ടുന്നുള്ള എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളൊരു മാച്ച് ചെയ്യാനൊക്കെ ഒരു സ്ഥലത്ത് പോയി ആ ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് വ്യായാമമൊക്കെ ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള തിക്ക് ബാൻഡുകൾ ഉണ്ടെങ്കിൽ അത് വേറെ ജിമ്മിലൊന്നും പോകണ്ടല്ലോ, അവിടെ നിന്ന് തന്നെ ചെയ്യാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഈ റെസിസ്റ്റൻറ്റ് ട്യൂബ് നമുക്ക് വലിയ കുറേ എക്സസൈസ് മെഷീൻ ഇങ്ങനെ പിടിച്ച് നടക്ക് പോകണമല്ല, ഇത് എവിടെയും ക്യാരി ചെയ്ത് പോകാമെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്നാണ്. ഇനി ജിമ്മുകളിൽ പോലും ഇത് നമുക്ക് ഇഷ്ടം പോലെ കാണാൻ കിട്ടും അല്ലേ? നമുക്ക് ജിമ്മിൽ പോകുമ്പോഴും ഇത് കൊണ്ടുപോവാം, നമ്മൾ വീട്ടിൽ ടൂർ പോകുമ്പോഴും കൊണ്ടുപോവാം, നമ്മൾ വേറെ ഇടത്ത് വിരുന്നിന് പോകുമ്പോഴും കൊണ്ടുപോവാം. ഇനി ഇതാണെങ്കിൽ പിന്നെ പറയുകയും വേണം, ഇത് പോക്കറ്റിലിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. ഇത് പോക്കറ്റിലല്ലെങ്കിലും ബാഗിലിട്ടും കൊണ്ടുപോകാം. രണ്ടാമത്തെ ഒരു ഗുണം എന്താ? ഇതിന് കോസ്റ്റ് എഫക്റ്റീവാണ്. ഇപ്പം നിങ്ങളൊരു ജിം എക്യുപ്മെൻറ്റ് വാങ്ങണമെങ്കിൽ എത്ര ലക്ഷങ്ങൾ കൊടുക്കണം? ഇതിന് 800 റുപ്യ എടുത്താൽ 1000 റുപ്യ എടുത്താലൊക്കെ കിട്ടും. ഇത് റീബോക്കിൻ്റെ ആണ്. ഇതിന് കുറച്ച് വില കോസ്റ്റ്ലി ആയിരുന്നു. പണ്ട് ഞാൻ കുറേ എണ്ണം വാങ്ങിയപ്പം എല്ലാം പൊട്ടിപ്പോയപ്പോൾ എന്നാൽ കുറച്ച് വില കൊടുത്ത് വാങ്ങാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. അന്ന് തന്നെ എനിക്കൊണ്ട് 10 കൊല്ലമായി ഞാൻ ഉപയോഗിക്കുന്നത്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. അത് കുറച്ച് ക്വാളിറ്റിയുള്ള സാധനമാണ്. അതെനിക്കിപ്പോൾ മനസ്സിലായി. ഇത് പിന്നെ പൊട്ടിയിട്ടേ അല്ല. പിന്നെ ഞാൻ ഡെക്കാത്തലോണിൽ കണ്ടപ്പോൾ പിന്നെ ഒരെണ്ണം വേറെ വാങ്ങിയിരുന്നു. അതും ഒരു കുഴപ്പമില്ല. അതിന് 700 രൂപ കണ്ടേ ഉള്ളൂ. ഇതും ഡെക്കാത്തലോണിൽ വാങ്ങി. അതിനും
ഒരു കുഴപ്പമില്ല. ഇത് ഒന്നും ആയിട്ടില്ല. എത്രയോ വർഷങ്ങളായി ഞാൻ ഉപയോഗിക്കുക ഈ പോക്കറ്റ് കമ്പാനിയൻ. അതാണ് 106 കിലോ ഉണ്ടായിരുന്ന പൊണ്ണത്തടിയനായിട്ട് ഇങ്ങനെ ഞാൻ ഇക്കോലത്തിലെങ്കിലും എത്തിച്ചത്. ഇതുപോലുള്ള കുറേ സഹചാരികൾ എൻ്റെ കൂടെ കൂട്ടിയുണ്ടാണ്. ഇനിയിപ്പം തടിയുണ്ട്. ശനിയും കുറേ കാലം ഞാൻ വ്യായാമം ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. എനിക്ക് കുറച്ച് സർജറി ഒക്കെ കഴിഞ്ഞ് റെസ്റ്റിലായിരുന്നു. അപ്പോൾ അതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. കിലോ കണക്കിന് ഭാരം വരുന്ന മൈലുകൾ താണ്ടിയുള്ള യാത്ര സ്റ്റെപ്പ് തുടങ്ങാമെന്നറിയാമല്ലോ, അതുപോലെയാണ് കിലോകൾ താണ്ടിയുള്ള വെയിറ്റുകളാണ് ഈ ചെറിയ കൊച്ചു സാമഗ്രികൾ ഒളിപ്പിച്ച് വെച്ചത് അല്ലേ. അതന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ്. ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിത് മാത്രം ഉപയോഗിച്ച് വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച ഒരു എഫക്റ്റ് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ആ സമയത്ത് വല്ലപ്പോഴൊക്കെ ഡമ്പൽ ഉപയോഗിക്കേണ്ടത് ഡമ്പൽ ഉപയോഗിച്ചും ജിം എക്യുപ്മെൻറ്റും ഒക്കെ ഉപയോഗിച്ചിട്ട് കൂടി ഇതിൻ്റെ കൂടെ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ നമ്മൾ ഈ റെസിസ്റ്റൻസ് ബാൻഡ് ട്യൂബൊക്കെ സെലക്ട് ചെയ്യുമ്പം ഇതിൻ്റെ സ്ട്രെങ്ത്ത് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ചിലപ്പോൾ ബിഗിനേഴ്സ് വലിയ സ്ട്രെങ്ത്തുകൾ തിരഞ്ഞെടുത്തിട്ട് അവസാനം അവർക്ക് വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഇതിപ്പോൾ സ്ട്രെങ്ത്ത് കുറഞ്ഞതാണ്, ഇത് കുറച്ചുകൂടി കൂടുതൽ സ്ട്രെങ്ത്ത് ഉള്ളതാണ്. ഇതിൻ്റെ മിഡിലുള്ളത് ഒരെണ്ണം എൻ്റെ അവിടെ ഉണ്ട്. അപ്പം അത് നമ്മൾ അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം. നമുക്ക് ഏത് ചെക്കപ്പ് ഏത് സ്ട്രെങ്ത്താണ് വേണ്ടത്. ഇപ്പോൾ ബിഗിനേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖത്തിൽ നിന്നൊക്കെ നമ്മൾ തെറാപ്യൂട്ടിക് ആയിട്ട് ചെയ്യേണ്ടവരൊക്കെ വളരെ പവർ കുറഞ്ഞതെടുത്താൽ മതി. ഓക്കെ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പവർ കുറഞ്ഞ റെസിസ്റ്റൻറ്റ് ട്യൂബ് എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ. ഇനി റെസിസ്റ്റൻറ്റ് ട്യൂബ് കൊണ്ട് ചെയ്യാവുന്ന പല വ്യായാമങ്ങളുണ്ട്. അത് ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. ബൈ.